നമസ്കാരം. പത്മാസനം ആസനങ്ങളുടെ കിങ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആസനമാണ് പത്മാസനം. നമുക്ക് ആസനം പല രീതിയിലുണ്ട്. മെഡിറ്റേറ്റീവ് ആസനമുണ്ട്, റിലാക്സിങ് ആസനമുണ്ട്, കൾച്ചറൽ ആസനമുണ്ട്. അങ്ങനെ ആസനങ്ങൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെ മെഡിറ്റേറ്റീവ് ആസനങ്ങളുടെ കിങ് ഓഫ് ദി ആസനയാണ് പത്മാസനം എന്ന് പറയുന്നത്. പത്മം എന്താണ്? താമര. അപ്പോൾ ഈ ആസനവും താമരയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ നമ്മൾ താമരയെ ഒന്ന് ആലോചിക്കുക. അത് ചെളിയിലാണ് അതിരിക്കുന്നത് അല്ലേ? താമര ചെളിയിലാണ് വളരുന്നത്. പക്ഷേ അതിൻ്റെ തണ്ട് നല്ല സ്ട്രോങ് ആണ്. അതേപോലെ അതിൻ്റെ വേരുകൾ അത് കഴിഞ്ഞ് ഒരൊറ്റ തണ്ടായിട്ട് വരികയും മുകളിൽ നല്ല ഭംഗിയുള്ള ഒരു പൂവായിട്ടാണ് നമ്മൾ താമരയെ കാണുന്നത്. അതേപോലെ നമ്മളുടെ ശരീരവും നമ്മളുടെ ഇടുപ്പ് കാലുകളെല്ലാം ഉറച്ച വേരുകളും അതുപോലെ നമ്മളുടെ നട്ടൽ താമരയുടെ തണ്ടും നമ്മളുടെ ശിരസിലുള്ള അതായത് ശിരസ് ബ്രെയിന് അതിനോടനുബന്ധപ്പെട്ട ചക്രമാണ് സഹസ്രാര ചക്രം. ആ ചക്രത്തിനെ ഒരു താമരയായിട്ട് സങ്കല്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആസനയുടെ പേര് പത്മാസനം എന്ന് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇത് മെഡിറ്റേറ്റീവ് ആസനങ്ങളിലെ ഏറ്റവും ഗുണവത്തായ ആസനം എന്ന് പറയാൻ കാരണം, നിങ്ങൾ പത്മാസനത്തിലിരുന്നാണ് ധ്യാനം ചെയ്യുന്നത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നട്ടൽ അതിൻ്റേതായത് നാച്ചുറലായിട്ടുള്ള കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റും. ഒരിക്കലും നട്ടൽ നമുക്ക് നിവർത്തി വെക്കാൻ പറ്റും. അങ്ങനെ ചെറിയൊരു വളവും ഇതൊക്കെ ഉള്ളതാണ് നട്ടൽ. അപ്പോൾ ആ നാച്ചുറലായിട്ടുള്ള ആ വളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിവർന്നിരിക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ആ മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുമ്പോഴാണ് എന്താകുന്നത്, നമ്മളുടെ ഈ സഹസ്രാര ചക്രം അല്ലെങ്കിൽ എൻ്റെ മൂർധന്യ അവസ്ഥയിൽ അത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ആഗ്രഹം കാണും പത്മാസനം ചെയ്യാൻ. നമുക്ക് എടുത്തു ചാടി അത് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പം ഞാനൊരു 4 അല്ലെങ്കിൽ 5 ആസനങ്ങൾ പരിചയപ്പെടുത്തി തരാം. പ്രിപ്പറേറ്ററി ആസനങ്ങളാണ്. ഏതിന്? നമ്മുടെ പത്മാസനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നും വരും ദിവസങ്ങളിൽ നമ്മൾ പത്മാസനത്തിനുള്ള പരിശീലനം ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പത്മാസനം നമ്മൾ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത് ആസനം പെട്ടെന്ന് നമുക്ക് എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു 4 ആസനങ്ങൾ പ്രിപ്പറേറ്ററി സ്റ്റെപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പത്മാസനം ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനുള്ള 4 ആസനങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ദിവസവും ചെയ്യണം. ഒരു മാസത്തിനുള്ളിൽ പത്മാസനം ചെയ്യാം എന്നുള്ള ഒരു എയിമോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ആദ്യമായിട്ട് നമുക്ക് കാല് നീട്ടി വെച്ച് നമ്മൾ ഇടുപ്പിനെയും നമ്മളുടെ തുടഭാഗത്തിനെയും നമുക്കൊന്ന് അയച്ചിടാം. അതിനുവേണ്ടി കാലുകൾ നീട്ടി വെച്ചിരിക്കുക. നമ്മളിത് പവനമുക്താസന സീരീസിൽ പഠിച്ചതാണ്. കാല് മടക്കി മറ്റേ കാലിൻ്റെ തുടയുടെ പുറത്ത് വയ്ക്കുക. കുറച്ചൊന്ന് അല്പം സ്പീഡിൽ കാല് നന്നായിട്ട് മുകളിലേക്കും താഴേക്കും ഇതുപോലെ മൂവ് ചെയ്യണം. ഓൾറെഡി നമ്മൾ പവനമുക്താസന സീരീസ് റെഗുലറായിട്ട് ചെയ്യുന്നവർക്ക് ഇത് എളുപ്പമായിരിക്കും. അല്ലാത്തവരൊന്ന് പതുക്കെ ചെയ്താൽ മതി. അങ്ങനെ ഈ കാല് ചെയ്യുക. വലത്തെ കാല് ചെയ്തു, അതിനോടൊപ്പം തന്നെ നമ്മൾ ഇടത്തെ കാലും ചെയ്തു. എത്ര കൗണ്ട് എന്ന് പറഞ്ഞാൽ 50+ ആണ്. 50+ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 1 2 3 അങ്ങനെ പറഞ്ഞ് നമുക്ക് ചെയ്യാം. അപ്പോൾ 2 കാലും ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് തിത്തിലി ആസനം ചെയ്യാം. അപ്പോൾ തിത്തിലി ആസനം ചെയ്യുമ്പോൾ ഒരു അലൈൻമെൻറ്റ് നമ്മൾ നോക്കണം. വലത്തെ കാല് മടക്കി നിങ്ങളുടെ ഇടത്തെ മുട്ടിൻ്റെ വശത്ത് വേണം നിങ്ങളുടെ പാദം വരാൻ. മുകളിലോ താഴോട്ടോ വെക്കരുത്. ഇതാണ് അലൈൻമെൻറ്റ്. അപ്പോൾ കാല് മടക്കി നമ്മൾ എവിടെ വെക്കണം? മുട്ടിൻ്റെ സൈഡിൽ വെക്കണം. അപ്പോൾ ഈ പാദം ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ അടുത്ത കാലെടുത്ത് ഈ പാദത്തിൻ്റെ സൈഡിൽ വെക്കുക. അപ്പോൾ കറക്റ്റ് ഒരു റോംബസ് ഷേപ്പ് നമുക്കിവിടെ കിട്ടും. ഒരാളുടെ ഹൈറ്റിനനുസരിച്ചാണ് നമുക്ക് ഈ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഈ ഫ്രണ്ടിലോട്ട് ഇരുന്ന് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി എനിക്ക് എൻ്റെ അലൈൻമെൻറ്റ് അറിയാവുന്നത് കൊണ്ട് ഞാൻ 2 പാദം ചേർത്ത് വെച്ച് കഴിഞ്ഞു. കറക്റ്റ് റോംബസ് ഷേപ്പ് ഉണ്ട്. എൻ്റെ മുട്ട് ഉയർന്ന് തന്നെ ഇരിക്കും. പാദം ഉള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് മുട്ട് താന്നു പോകും. നമുക്ക് മുട്ട് താക്കണ്ട. ഇനി കൈ കൊണ്ട് 2 പാദത്തിനെയും സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് നിവർന്നിരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട 2 മുട്ടും മേലോട്ട് ഉയർത്തുക, താക്കുക. ഇപ്പോൾ പാദം തറ തൊടിച്ചുണ്ടോ? ഇപ്പോൾ ഇതുപോലെ തൊടണം. നല്ല സ്പീഡിൽ നമ്മൾ പാദം മുകളിലേക്കും താഴേക്കും ഇതുപോലെ ചലിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഈ ആസനയുടെ പേരെന്താ പറഞ്ഞത്? തിത്തിലി ആസനം അല്ലേ? തിത്തിലി ആസനം ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? ബട്ടർഫ്ലൈ പോലെ അല്ലെങ്കിൽ ശലഭത്തിനെ പോലെ നമ്മളെ പാദമല്ല മുട്ട് ചലിക്കുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതൊരു 100 കൗണ്ട് വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് തറയിൽ തൊടാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പാദവും വരും, അതുപോലെ തന്നെ മുട്ടുകളും വരും.
ഈ ഒരു ലെവലിൽ വരുന്നത് വരെ നമ്മൾ ഈ തിത്തിലി ആസനം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി പാദം രണ്ടും ചേർത്ത് വെച്ച് കാലുകൾ ചേർത്ത് വെച്ച് നിവർന്നിരിക്കുക. ഹിപ്പ് മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കേണ്ടത്. കണ്ണടച്ച് റിലാക്സ് ചെയ്ത് നിവർന്ന് വരാം. അപ്പോൾ നമ്മളിത് പഠിച്ചത് പത്മാസനം ചെയ്യാനുള്ള ആദ്യത്തെ ബേസിക് ആസനമാണ്. അതാണ് തിത്തിലി ആസനം. തിത്തിലി ആസനത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റും കൂടെ നമ്മൾ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ റെഗുലറായിട്ട് ഇതൊരു ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. എപ്പോൾ ചെയ്യാം? രാവിലെയും വൈകുന്നേരവും ചെയ്യാം. വയറ് ഒഴിവായിരിക്കുന്ന സമയം, അതായത് ഫുൾ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വിചാരിക്കും മുട്ടിനല്ലേ അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂ വരില്ല എന്ന് വിചാരിക്കും. അപ്പം വയറെപ്പോഴും എം ടി ആയിരിക്കണം. ഓക്കെ, വയറെപ്പോഴും എം ടി ആയിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഈ ആസനം ചെയ്യേണ്ടത്. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുക. രാവിലെയും വൈകുന്നേരം മിനിമം കൗണ്ട് 50 ആയിരിക്കണം. ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ പ്രയാസമുണ്ടാകും? നല്ലപോലെ തുടഭാഗം നല്ല വേദന എടുക്കും. നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് ഹെവി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. സാരമാക്കേണ്ട, നന്നായിട്ട് റിലാക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നാളെ പത്മാസനത്തിൻ്റെ അടുത്ത പ്രിപ്പറേറ്ററി ആസനയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.